Manmohan Singh was a very soft-spoken prime minister. വെരി സോഫ്റ്റ് സ്പോക്കൺ. Whereas Modi ഭയങ്കര outspoken ആയിട്ട്. അതെ അതെ. മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഒരുപാട് ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഉവ്വ്. പല ഗ്രൂപ്പ്സ് ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. വേറെസ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. അത് സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓട്ടോക്രസിയുടെ ഒരു ഇതാണോ കാണിക്കുന്നത്? അത് അല്ല, ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ബേസിക്കലി മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് ക്യാബിനറ്റിൽ ഒരു കോൺട്രവേഴ്സി വന്നാൽ he will either give it to a group of ministers or he will give it to me, a committee of secretaries. He used to handle it like that and then bring it back to cabinet. Now, this man may wants to take all the decisions himself. I mean, basically, Annatha Madri, it is not a system which goes from bottom to up. It is a system that comes from up to bottom, no, top to bottom. So, അതൊരു വ്യത്യാസമുണ്ട്. ചീഫ് മിനിസ്റ്റേഴ്സിന്റെ പേരൊന്നും എല്ലാവരുടെയും ഒന്നും അറിയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം മിനിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ജസ്റ്റ് 5 or 6 മിനിസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോസ് മാത്രം അറിയാം. അവരും സംസാരിക്കുമ്പോഴൊക്കെ ആദ്യം ദേ ഹാവ് ടു സേ ദറ്റ് നിങ്ങൾ ചെയ്തതൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് പറയണം. ഇല്ലേ? ഹാവ് യു ഹേർഡ് എനി മിനിസ്റ്റർ സേ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ദാറ്റ്സ് ദ ഡിഫറൻസ്. ബ്യൂറോക്രാറ്റ്സിന്റെ സ്ഥിതി എന്തായിരിക്കും ആ സമയത്ത്? ഇപ്പൊ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് അവർ ഡിസിഷൻ മേക്കിംഗ്. ബ്യൂറോക്രാറ്റ്സ് ജനറലി ടെൻ ടു അഡ്ജസ്റ്റ് ടു ഗവൺമെന്റ്സ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഐ മീൻ they will find the bureaucrats who will adjust to them. അന്ന് കുറേം കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. And a bureaucrat could say certain things and get away with it. He can say no to a particular thing, get away with it. ഇപ്പം അതിനുള്ള സ്കോപ്പില്ല. സാർ ഇപ്പോൾ ഈ ബ്യൂറോക്രാറ്റ്സിന്റെ കാര്യം പറഞ്ഞു. 2019-ലും 2024-ലും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ പ്രത്യേകിച്ച് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ പോകുമ്പോഴത്തേക്കും 100 days പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ പറയും. അപ്പം അത് ബ്യൂറോക്രാറ്റ്സിന്റെ ഒരു റോളും കൂടെ എടുത്തിട്ടാണല്ലോ അത് കാണുന്നത്. ബ്യൂറോക്രാറ്റ്സിന് അത് അത്രമേലൊരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ? അല്ല, ഐ തിങ്ക് ഇറ്റ് ഇസ് റോങ്. ഞാൻ ആക്ച്വലി ദിസ് മാൻ, നമ്മുടെ കരൺ താപ്പർ, ഹി ഇൻ്റർവ്യൂഡ് മീ ഓൺ ദിസ് ആൻഡ് ഐ സെഡ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. ബിക്കോസ് 100 ദിവസത്തെ പ്രോഗ്രാമൊക്കെ ജനറലി bureaucrats will do by themselves because they know that whichever government comes, അവർ കുറച്ച് ആക്ഷൻ പ്രോഗ്രാംസ് അവർക്ക് വേണ്ടി വരും. But the government, the outgoing government, I mean outgoing, it might come back, we don't know. Decide telling the bureaucrats to prepare a 100-day program, that is similar to that നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്താ പ്രഭാസ് രാജ് ഭാരിയാണോ, രാജ് പ്രഭാരി, something like that. That is government. The bureaucrat must stay away from the government policy, implement the government policy, but not promote it. That is not his job. ഈ 10 വർഷം BJP ഗവൺമെന്റിനെ പറ്റി പറയുന്നു. ഈ എല്ലാ മേഖലകളിലും ഹിന്ദുത്വവൽക്കരണം നടത്തി എന്നുള്ളതാണ്. ആ ഒരു ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്നത് ബ്യൂറോക്രസിയുടെ ഒരു പൊളിറ്റിസൈസേഷനിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു ചേഞ്ച് ഓഫ് ഗവൺമെന്റ് ഉണ്ടായാൽ പോലും ഈ ബ്യൂറോക്രസിക്ക് ഇതിൽ നിന്ന് മാറാൻ കഴിയും. ഡെഫിനറ്റ്ലി മാറാൻ കഴിയും. അതിൽ ചിലപ്പോൾ ബ്യൂറോക്രസിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചിലർ ഹു ആർ ടു കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ടു ദിസ് അവരെ മാറ്റേണ്ടി വരും. അതൊക്കെ ചെയ്യേണ്ടി വരും ഇനി പുതിയ വേറെ ഡിഫറെൻറ്റ് ഗവൺമെൻറ് വന്നാൽ. പക്ഷേ സെർട്ടൻലി ഒരു പുതിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ എനിക്ക് പല ഐഡിയാസ് ഉണ്ട് അബൌട്ട് ബ്യൂറോക്രസി. പക്ഷേ ബ്യൂറോക്രസി നമുക്ക് ആ സിസ്റ്റം തന്നെ മാറിയാലേ ശരിയുള്ളൂ. ഇപ്പോൾ ഉള്ളത് ഇറ്റ് ഇസ് ടു സെൻട്രലി ഓറിയൻറ്റഡ്, ടു പ്രോസസ് ഓറിയൻറ്റഡ്. അത് മാറ്റിയിട്ട് ഇഫ് യു ഹാവ് എ റിസൾട്ട് ഓറിയൻറ്റഡ് സിസ്റ്റം, you will see the entire structure of bureaucracy changing. So I don't think bureaucracy will be a problem. Whichever government comes, they will know how to deal with it. ഇതിപ്പോൾ രണ്ട് സൈഡാണെങ്കിലും they have experienced people. ഇല്ലേ? മറ്റേ ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യ അലയൻസ് ആണെങ്കിൽ you have brilliant people there. Very good people who know a lot about
bureaucracy, how government is done. They have all been ministers before. അപ്പോൾ ആ ചേഞ്ച് വരുത്താൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല. പക്ഷെ അതിനൊരു എതിർപ്പ് എന്ന് പറയുന്ന ഒരു സാധനം സ്വാഭാവികമായിട്ടും വരും. ഏതാ ഇവർ എതിർപ്പ് എന്ന് പറയുന്ന ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. ബിഗിനിങ്ങിൽ ചിലപ്പോൾ അല്ല എതിർപ്പുണ്ടാവില്ലേ, എതിർപ്പുണ്ടായാലും ദാറ്റ് വിൽ ബി ഓവർകം. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്. എതിർപ്പ് കാണില്ല. ബിക്കോസ് നോർമലി ബ്യൂറോക്രാറ്റ്സ് ആർ യൂസ് ടു ചേഞ്ചിങ് ഗവൺമെൻറ്റ്സ്. ഇപ്പം ഞങ്ങളിവിടെ 5 കൊല്ലം എവറി 5 years വി യൂസ് ടു ഹാവ് എ ഡിഫറെൻറ്റ് ഗവൺമെൻറ്. മാർക്സിസ്റ്റ് വരും, പിന്നെ UDF വരും, LDF വരും, UDF വരും, അങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ബ്യൂറോക്രസി കണ്ടിന്യൂഡ് ആൻഡ് ബി അഡ്ജസ്റ്റഡ്. ആം ഫോഴ്സിനെ പോലെ അല്ല, കാരണം അങ്ങനെ ഒരു കൺസേൺ പറയാം. ആം ഫോഴ്സിൽ പൊളിറ്റിസൈസേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടാണെന്ന് പറഞ്ഞു. അങ്ങനെ വരില്ല. ഏതാ ആം ഫോഴ്സിൽ പൊളിറ്റിസൈസേഷൻ ആം ഫോഴ്സസിൽ വന്നാൽ, പൊളിറ്റിസൈസേഷൻ വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. ശരിയാ. ബിക്കോസ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ്, ഇതാണ് നമുക്ക് പേടി, ഭയം മുഴുവൻ ഇതാണ്. ദാറ്റ് ടു മച്ച് ഓഫ് ദിസ് ക്യാൻ റിസൾട്ട് ഇൻ എ കൈൻഡ് ഓഫ് ഡിവൈസീവ് atmosphere in the country, atmosphere of division. സർ, ഒരു കാര്യം കൂടെ ലൈറ്റർ വെയിലിൽ ചോദിക്കുകയാണ്. ഈ സെക്കൻഡ് UP ഗവൺമെന്റ് സമയത്ത് ഡൽഹിയിലെ ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയിൽ ഒരു മലയാളി കോട്ടറി ഉണ്ടായിരുന്നു സ്ഥിരം. അതിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കൂട്ടറി ഉണ്ടായിരുന്നു പറയുന്നു. ഇപ്പോൾ യു ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദി ബ്യൂറോക്രസി ഇൻ ഡൽഹി, മിക്കവാറും എല്ലായ്പ്പോഴും യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ഉത്തർപ്രദേശ്. അപ്പോൾ ആരും ഉത്തർപ്രദേശ് കോട്ടറിയെ പറ്റി പറയില്ല. ആൻഡ് ഇപ്പം നൗ യു ലുക്ക് അറ്റ് ഇറ്റ്, യു വിൽ ഫൈൻഡ് എൻ ഒഡീഷ കോട്ടറി. Most of the secretaries, Odisha, number of secretaries are Odisha. Gujarat Kotri with And of course Mishra is also there. നമ്മുടെ അതെ പലരും ഉണ്ട്. ഇറ്റ്സ് ഒരു കോട്ടറി ഉള്ളതായി തോന്നുന്നു. സോ കേരള വരുമ്പോൾ ദേ ഗെറ്റ് അപ്സെറ്റ്, ബട്ട് UP ക്യാൻ ഹാവ്. 2014 മോദി വരാൻ ഉള്ള ഒരു ഏറ്റവും വലിയ റീസൺസ് പിന്നെ UPA2 ആയിരുന്നു. കറക്റ്റ്. മോദിയുടെ കരിസ്മയ്ക്ക് അപ്പുറം UPA2യുടെ ഒരു ഫെയിലിയർ ആണ് നമ്മൾ ഇന്ന് കാണുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ നേരിടുന്നത്. ഞാനൊരു കാര്യം പറയാം. I was there only for 2 years. പിന്നെ ബാക്കിയുള്ള 3 years somebody else was there. So the first 2 years alone. Now 2G and coal, my belief is that it was exaggerated by the CAG. Tremendously exaggerated. Because ഒന്നാമത് ഈ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്ന സാധനം, performance audit is supposed to be done jointly with the government, and it is to improve performance. Performance audit cannot assume the role of a regular audit. The other, because it is to be done quickly. Like for example, the COVID vannappo, President Trump got the National Accountability Office to do a performance audit. How things can be done quickly. And they themselves recommended that you bring people from all over the world who are experts in this area of virology, bring them here at whatever cost, and create an organization. അങ്ങനെയാണ് പല ചേഞ്ചസും ഇതൊക്കെ വന്നത്. നമ്മുടെ വാക്സിനേഷൻസും സ്പീഡിങ് അപ്പ് എല്ലാം നടന്നത് അങ്ങനെ വന്നത്. ദാറ്റ് ഈസ് വൺ ഇൻ ദ ഓപ്പറേഷൻ വാർപ്പ്. That was what he called it. The other performance audit is one part of it. Secondly, ഈ പ്രിസംപ്റ്റീവ് ലോസ് എന്ന് പറയുന്നത്, അതിന് 3 ഫിഗർ കൊടുത്തു. ഒന്ന് 60 ലക്ഷം, പിന്നെ 68 ലക്ഷത്തെ, പിന്നെ 178 ലക്ഷം പ്രിസംപ്റ്റീവ് ലോസ്. Presumptive loss is that this is the loss, this is the money that government would have got had they taken a different policy. Now, he was not supposed to look into that policy. Policy തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് ഈ പൈസ മാത്രമല്ല ആവശ്യം. Government wanted from the beginning. This was a policy that was there from Arun Shoury's time. It was a policy deliberately intended to increase the use of mobiles and telecom in the state. So they
അന്ന് തുടങ്ങുമ്പോൾ ഇഫ് യു റീകോൾ നമ്മുടെ മൊബൈൽ കോസ്റ്റ് വാസ് 17 rupees per unit. ഒരു മിനിറ്റ് സംസാരിക്കാൻ 17 രൂപയായിരുന്നു. കെയിം ഡൗൺ ടു 30 പൈസ. ദാറ്റ് വാസ് ദ ഒബ്ജക്റ്റീവ്. അതേ ഒബ്ജക്റ്റീവിൽ പോകണമെന്ന് നമ്മുടെ TRAI, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ദേഴ്സ് എ 2G ഓപ്ഷൻ നടത്താൻ പാടില്ല. ബിക്കോസ് നിങ്ങൾ അതിൽ ഓപ്ഷൻ നടത്തിയാൽ ഇതിന് മുമ്പ് കൊടുത്തിട്ടുള്ള ആൾക്കാർ they will have some advantage over them. It should be a level playing field. Level playing field എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. TRAI was headed, by the way, by Nripendra Mishra, who became later on Modi's. So this advice was there. പിന്നെ ഈ presumptive loss പറയുന്ന government would have lost so much money. One, he should have seen whether government wanted, that was the objective of government policy. രണ്ടാമത് ഈ പ്രിസംപ്റ്റീവ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാക്സ് വേണ്ടെന്ന് വെച്ചാൽ, സപ്പോസ് വി റെഡ്യൂസ് എ ടാക്സ്, there again government will suffer a loss. That is a presumptive loss. അപ്പോൾ ഒക്ടോബർ 2019 ഈ ഗവൺമെൻറ് they reduced the corporate tax by 10%. The loss was 144 lakh crore. 1.44 lakh crore എന്തായിരുന്നു ലോസ്. അത് ഇറ്റ് ഈസ് എ പ്രിസംപ്റ്റീവ് ലോസ്. സോ ഗവൺമെൻറ് പോളിസി ഈസ് നോട്ട് ഓൾവേസ് മേക്കിംഗ് മണി. It is always, it has a policy objective. Whether that policy objective was violated, that is all the role of the CAG. So that was incorrect. പിന്നെ മറ്റതിൽ ഞാൻ അറിയില്ല കോളിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഐ റെഡ് എ ബുക്ക് ബൈ അനിൽ സ്വരൂപ്, മൈ കൊലീഗ്, ഹി വാസ് വർക്കിംഗ് വിത്ത് മീ. സോ അനിൽ സ്വരൂപ് പറഞ്ഞത് that the estimation was all wrong. Because what he has done is, കോൾ ഇന്ത്യയുടെ റേറ്റ് എടുത്തു. കോൾ ഇന്ത്യ ഗെറ്റ്സ് സോ മച്ച് മണി ഔട്ട് ഓഫ് ദിസ് ഏരിയ, and then he multiplied by the entire reserve of the country. Even coal which is under the ground, that also he included. എന്നിട്ടൊരു 1.8 lakh crore എന്തോ പറഞ്ഞു. So that was a mistake. He cannot do that because ഒന്നാമത് the revenue that you get out of coal will vary from mine to mine. And അതിൻ്റെ വേറെ കോസ്റ്റ് ഉണ്ട്, ലോജിസ്റ്റിക് കോസ്റ്റ്, taking it out, taking it to particular places. All those things were ignored. ഇത് അയാൾ പറഞ്ഞത്, ഞാൻ പറയുന്നല്ലാതെ. But this is because Swaroop was a coal secretary later on, and he has written that in his book, which is also mentioned in my book. I just quoted it from his book. So I think those were exaggerated, and somehow the government could not defend it properly. I mean, I don't know why they couldn't defend it properly. എനിക്കറിയില്ല. പക്ഷേ later on when I went to the മറ്റേ ഇതായിരുന്നു മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കമ്മിറ്റി ഓഫ് മിനിസ്റ്റേഴ്സ്, എന്താ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് അല്ല, അവർ ദേ ഫോംഡ് രണ്ട് സൈഡും കൂടിയിട്ടുള്ളൊരു എന്താ മറ്റേ PC ചാക്കോ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. JPC ഞാൻ പോയപ്പോൾ then all these questions were asked. I also said, this is how it is. You cannot make these presumptive loss calculations this way. ഗവൺമെന്റിന് പല അലിഗേഷൻസും ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഭയങ്കര ഫെയിലുവർ വന്നു. ഗവൺമെന്റ് ഫെയിലുവർ. ശരി. And also I think Manmohan Singh he's come from the same background as us people. കുറച്ച് ബ്യൂറോക്രാറ്റ് ആകുമ്പോൾ കുറച്ച് പേടിയുണ്ടാവും. So he got little nervous. അതാണ് പറ്റിയത്. While on the other hand, Rafale issue വന്നപ്പോൾ Modi had no difficulty. He just went through it. 2014 പരാജയപ്പെടുന്നുള്ള ഒരു ഉറപ്പായിരുന്നു സാറിന്റെ കറക്റ്റായ പ്രെഡിക്ഷൻ. കോൺഗ്രസിൽ പലരും അത് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. TK സാറും പറയുന്നുണ്ടായിരുന്നു, he also didn't anticipate ഈ ഒരു കൈൻഡ് ഓഫ് ഒരു പരാജയം. It was very clear to everybody.
You see, this man is also, Modi has got tremendous, the way he speaks. He has got a way with people. And ആ സമയത്ത് when everybody is feeling bad, ആ നിർഭയ കേസ് വന്നു, അണ്ണ ഹസാരെ, ആചാര്യ രാംദേവ്, ഇതെല്ലാം കൂടി വന്നു, പ്ലസ് 2G, എല്ലാം കൂടി there was an impression that there was massive corruption. അത് വന്നു. And that government could not defend. Sir, അത് പഠിച്ചില്ല, അത് because somebody should have studied.